എൻ്റെ അക്ഷരവൃത്തത്തിൻ്റെ 9ാമത്തെ ഭാഗം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആസ്വാദകർ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതിന് ഞാൻ വലിയ സന്തോഷവാനാണ്. ചിലർക്ക് നേരിട്ട് അപ്രീസിയേഷൻ പറഞ്ഞു, ചിലർ രേഖപ്പെടുത്തി. അപ്പോൾ അതിൽ അവർ 1-2 പേര് എന്നോട് വേറെ ഫോണിൽ ചോദിച്ചത്, എനിക്ക് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലേ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. എനിക്ക് അവാർഡുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഞാൻ അവാർഡിന് വേണ്ടി നിലനിന്നിട്ടുണ്ട്. ഇവിടുത്തെ അവാർഡുകളൊന്നും പരിശുദ്ധമല്ല. അത് മറ്റൊരു അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എനിക്ക് അവാർഡ് ഈ പാരിതോഷികങ്ങൾ തരുന്നതിന് പകരം എനിക്ക് 2-3 അവാർഡ് കിട്ടിയിട്ടുണ്ട് വ്യക്തികളിൽ നിന്ന്. ഒന്ന് നമ്മുടെ പ്രൊഫസർ MK സാനു മാസ്റ്റർ എന്നോട് നേരിട്ട് പറഞ്ഞു, അതായത് ഞാൻ ഈ ബാലകവിതകളും പ്രേമകവിതകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈ കേരളത്തിൽ വേറെ ആരും തന്നെ അങ്ങനെ 2 വിഭാഗം കവിതകളും രചിക്കുന്നവരായില്ല എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അപ്പോൾ സാനു മാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ബാലകവിതയ്ക്ക് അവതാരിക എഴുതുമോ എന്ന് ഞാൻ ഫോണിൽ അദ്ദേഹത്തിനോട് എറണാകുളത്ത് ചോദിച്ചു. അദ്ദേഹം ഉടനെ പറഞ്ഞു, ശിവരാജൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതുന്നതിൽ എനിക്ക് യാതൊരു വൈവിധ്യവുമില്ല, ഞാൻ എഴുതാം. ശിവരാജൻ ഇപ്പോഴുള്ള ബാലകവിതകളിൽ എല്ലാവരിൽ നിന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു കവിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ശിവരാജൻ്റെ അവതരണം, ശിവരാജൻ്റെ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ, ഉദ്ബോധനം കുട്ടികൾ നൽകാനുള്ള കവിതകളാണ് ശിവരാജൻ ബാലകവിതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്ന്. പിന്നെ മറ്റൊന്ന്, എൻ്റെ ബാലകവിതകളെല്ലാം കൂടെ ഞാൻ സമാഹരിച്ച് 1000 കാന്താരി പൂത്തിറങ്ങിയ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകം അവതാരി എഴുതിയ പ്രസിദ്ധ പണ്ഡിതൻ ഡോക്ടർ ബെഞ്ചമിനാണ്. അദ്ദേഹം അതിൽ ഒരു വാചകം എഴുതി. ഞാനതിൽ നാറാണത്ത് ഭ്രാന്തൻ എന്നൊരു കവിത എഴുതിയത് ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞത്, ഇനി നാറാണത്ത് ഭ്രാന്തനെ കാണാൻ ആരും മെനക്കെട്ട് എങ്ങും പോണ്ട, ശിവരാജൻ്റെ ഈ കവിത വായിച്ചാൽ മതിയെന്നൊരായി. അതിൽ കൂടുതൽ എന്തോ പാരിതോഷികം, എന്തോ അവാർഡ്, ഇത് ഇത്രയും ഒരു വരി കവിത വെച്ചു, ഒരു കവിത കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം കാണാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ CP നായർ IAS, ഹാസ്യസാഹിത്യകാരൻ സുകുമാർ, TP ശാസ്ത്രമംഗലം, ഇങ്ങനെയുള്ള ആൾക്കാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ സന്തുഷ്ടനാണ്. പിന്നെ ഇവിടുത്തെ അവാർഡുകൾ പലതും വളരെ പരിശുദ്ധമല്ല. എഴുത്തച്ഛൻ അവാർഡ് പോലും ന്യൂനതയുള്ളതാണ്. എത്രയോ കാലമായി ഇവിടുത്തെ ചെറുകഥകൾക്ക് പുതിയ ആമുഖം കൊടുത്തുകൊണ്ടും നോവലുകൾക്ക് പുതിയ ആമുഖം കൊടുത്തുകൊണ്ടും ഒരു GN പണിക്കർ എഴുതുന്നു. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ഇതുവരെയും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യസനബോധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ അവതരണത്തിൽ ഞാൻ ഇപ്പോൾ 10 ഭാഗങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ 10 ഭാഗങ്ങൾ കഴിഞ്ഞ് ഞാനിന്ന് 11ാമത് അവതരിപ്പിക്കുകയാണ്. ഇന്ന് 11ാമത്തെ കവിതയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. പ്രാന്തൻ പ്രാന്തൻ നാറാണത്തു പ്രാന്തൻ കഥ കേൾക്കണ്ടി, ഉറ്റതു പറയി പന്തിരുകുലമേ, ഉറ്റതു പ്രാന്തനു ഗൃഹമേ. പ്രാന്തൻ പ്രാന്തൻ നാറാണത്തു പ്രാന്തൻ കഥ കേൾക്കണ്ടി, പെറ്റതു പറയി പന്തിരുകുലമേ, ഉറ്റതു പ്രാന്തനു ഗൃഹമേ. എങ്ങാണ്ടോ പാലക്കാട്ടല്ലോ തങ്ങിയതു പ്രാന്തൻ എന്നേ ആളുകൾ പറയുന്നല്ല, ഇല്ല രേഖകളൊന്നും. വീടും കൂടും പ്രാന്തനുമില്ല, കൂടുവതെങ്ങോ ഇടമേ, കണ്ടാലവിടെ അത് പല ദിവസം പല പല ഇടമേ ആകും. കാക്ക കരഞ്ഞു വെളുത്താൽ നേരം, കാക്ക കരഞ്ഞു വെളുത്താൽ നേരം, ചേക്ക വെടിഞ്ഞു ഭ്രാന്തൻ ഗമനം ചെയ്യും നാട്ടിലെ കൂറ്റൻ മലയുടെ മുകളിലേറാൻ. പാറത്തുണ്ടം ഒന്നാ മലയുടെ കീഴ്മേ പിന്നെയുരുട്ടൽ, ഭ്രാന്തനു എന്നും ജോലിയെ അത് കാണാനാളുകൾ കൂടും. അന്തിവരയ്ക്കും ഇതാവും പിന്നെ അന്തിക്കെങ്ങാനെത്തി, കിട്ടിയതരിയും കൊണ്ടു നടക്കും, ചെമ്പുകലത്തിൽ വേവിക്കും. ഭദ്രം ചോറത് തിന്നാൽ പിന്നെ ഉറങ്ങാനിടമേ തേടും, തേടി ചെന്നാൽ കിട്ടുവതിടമോ ചുടലക്കാടും ആകും. പ്രാന്തൻ പ്രാന്തൻ നാറാണത്തു പ്രാന്തൻ കഥ കേൾക്കണ്ടി, പെറ്റതു പറയി പന്തിരുകുലമേ, ഉറ്റതു പ്രാന്തനു മൃഗമേ. എണ്ണൽ വിദഗ്ധൻ ഭ്രാന്തൻ കാണുറുമ്പും വരികളിലെത്ര,
ഉണ്ടേറുമ്പെന്നപ്പോൾ തന്നെ സൂക്ഷ്മം പറയും ഭ്രാന്തൻ. ദേവകളെ കണ്ടുരിയാടിടുമേ ഭ്രാന്തൻ എന്നേ കേൾവി. തർക്കവിദഗ്ധനൊരിക്കൽ സാക്ഷാൽ ഭഗവതിയെയും തോൽപ്പിച്ചെന്നേ പറയുന്ന ആളുകൾ പലരും വ്യക്തം പല പല വഴികളിലല്ലോ. പിന്നെ പറയാൻ ഭ്രാന്തൻ പലതും പറയാനുണ്ട്. ഇട്ടുകഴുത്തതിരുമ്പിൻ തുണ്ടം കിട്ടി വിരുടര വിഴുങ്ങും ചേതം ഭ്രാന്തനു അതുമൂലമേ ഒന്നും വന്നിട്ടില്ല. കാണുവതാളുകൾ ആരായാലും അവരുടെ ജാതകം ഉടനെ കണിശം പറയും ഭ്രാന്തനതിന്നു വല്ല കഴിവുകളുണ്ട്. ഇത്രയൊക്കെ ബുദ്ധി വരുത്തോൻ എങ്ങനെ ഭ്രാന്തനായി എന്നേ ആളുകൾ സന്ദേഹിപ്പൂ. പറയാൻ മറുപടി ഞാനേ ഭ്രാന്തൻ വേഷം എപ്പോഴും അണിയുക മൂലം മാത്രം എന്നേ പറയാനുള്ളൂ, അല്ലാതൊന്നും കാരണമില്ല.